വളരെ എളുപ്പത്തിൽ രുചികരമായ അച്ചിങ്ങാപ്പയർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിനായിട്ട് നീളത്തിൽ അച്ചിങ്ങാപ്പയർ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വറ്റൽമുളക് ചതച്ചതാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയർ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ഒന്നും കൂടി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ രുചികരമായിട്ട് നമുക്ക് ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്.